1924 സ്ഥാപിതമായ ഇറ്റാലിയൻ ഫിലിം കോർപ്പറേഷനായ ഇൻസ്റ്റിറ്റ്യൂട്ടോ ലൂസിന്റെ പുതിയ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടകൻ ബെനിറ്റോ മുസോളിനി. വേദിയുടെ ബാക്ക്ഡ്രോപ്പായി ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന മുസോളിനിയുടെ ഒരു ഭീമൻ കട്ടൗട്ട്, ഒപ്പം ഒരു കുറിപ്പും. സിനിമാറ്റോഗ്രഫി ഏറ്റവും ശക്തമായ ആയുധം. ശരിയാണ്, ഇമേജുകൾക്ക് മാരകമായ പ്രകരശേഷിയുണ്ട്. അത് ജനങ്ങളെ സ്വാധീനിക്കും. ഹിറ്റ്ലറിന്റെ ജർമ്മനിയിലും അത് നമ്മൾ കണ്ടതാണ്. നാസിസം ഒരു പകർച്ചവ്യാധി കണക്കിന് ജർമ്മനിയെ ബാധിച്ചതിന് പിന്നിൽ ഇമേജുകളുടെ സ്വാധീനം കാണും. അതാണ് ഹിറ്റ്ലറിനെ നായകനാക്കിയത്, ജൂതന്മാരെ വില്ലന്മാരാക്കിയത്. ഇതിനൊപ്പം സെൻസർഷിപ്പ് കൂടിയാകുമ്പോൾ ഭരണകൂടത്തിന് ഏറാൻ മൂളുന്ന ശബ്ദങ്ങൾ മാത്രം പുറത്തെത്തി. ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. പറഞ്ഞു വരുന്നത് പ്രൊപ്പഗണ്ട സിനിമകളെ പറ്റിയാണ്. നമുക്ക് ഇന്ന് ആ വാക്ക് അത്രമേൽ പരിചിതമാണ്. 2014 ആദ്യ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തീവ്ര വലതുപക്ഷത്തിന്റെ സംഘപരിവാറിന്റെ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി എത്ര ചിത്രങ്ങൾ ഉണ്ടായെന്ന് ഊഹിക്കാമോ? എത്ര ചരിത്ര സംഭവങ്ങൾക്കാണ് കാവ്യ രാഷ്ട്രീയത്തിന്റെ ഭാഷയും ആഖ്യാനവും നൽകാൻ ശ്രമിച്ചതെന്ന് അറിയാമോ? കണക്കെടുത്താൽ ഈ പട്ടികയിൽ നിരവധി ചിത്രങ്ങൾ കാണാം. PM നരേന്ദ്രമോദി, മോദിയുടെ ബയോപിക് ദ താഷ്കന്റ് ഫയൽസ്, മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തെ ഗൂഢാലോചനാ സിദ്ധാന്തത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കാനുള്ള ശ്രമം, ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്, ശത്രുവിനെ കടന്നാക്രമിക്കുന്ന പുതിയ ഇന്ത്യയുടെ അവതരണം, ദ കശ്മീർ ഫയൽസ്, കശ്മീരി പണ്ഡിറ്റുകളെ മറയാക്കി ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കാനുള്ള ശ്രമം, ദ കേരള സ്റ്റോറി, കേരളത്തിൽ നിന്ന് ആയിരങ്ങൾ IS-ലേക്ക് ഒഴുകുന്നു എന്ന വ്യാജ പ്രചാരണം, ഗാന്ധി ഗോഡ്സെ ഏക് യൂത്ത്, ഗോഡ്സെയും ഹിന്ദുത്വവും അഖണ്ഡ ഭാരതവും നിറഞ്ഞ കഥ, സ്വതന്ത്രവീർ സവർക്കറെ വെള്ളപൂശാനുള്ള ശ്രമം, ഗുജറാത്ത് കലാപത്തെ മുൻനിർത്തി തന്നെ സബർബന്ദി റിപ്പോർട്ട്, ആക്സിഡന്റ് ഓർ കോൺസ്പിറസി, ഗോദ്ര എന്നിങ്ങനെയുള്ള ചിത്രങ്ങൾ, മാസ് കൊമേഴ്ഷ്യൽ ഫ്ലേവറിനുള്ളിൽ അന്ന് മോദിയും യോഗിയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അലമുറയിടുന്ന ദുരന്തം, ഏറ്റവും ഒടുവിൽ NIA പോലും തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് എന്ന സംഘപരിവാർ വിഭ്രാന്തിയിൽ നിന്നുകൊണ്ട് കേരള സ്റ്റോറി 2, പ്രച്ഛന്ന വേഷങ്ങളിൽ മറ്റു പല ചിത്രങ്ങളും. ഇതിപ്പോൾ പട്ടികപ്പെടുത്താൻ കാരണമുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ RSS തങ്ങളുടെ ശതാബ്ദി ഗംഭീരമായി ആഘോഷിക്കുകയാണ്. RSS ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന്റെ നയങ്ങൾക്ക് പിന്നിലെ ശക്തി, തലച്ചോ. സ്വതന്ത്ര ഇന്ത്യയിൽ 3 തവണ നിരോധിക്കപ്പെട്ട സംഘടന. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘയാത്രയുടെ 100 വർഷം പുതിയ ചക്രവാളങ്ങൾ എന്ന വിഷയത്തിൽ മുംബൈയിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. താരനിബിഡമായ ചടങ്ങ്, വിവിധ മേഖലകളിൽ നിന്ന് 900-ഓളം പ്രമുഖർ, അതിലേറെയും ഹിന്ദി സിനിമയുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ളവർ. ഒരു പ്രമുഖന്റെ പേര് പറയും, സൽമാൻ ഖാൻ. തൊട്ടടുത്തായി സെൻസർ ബോർഡ് തലവൻ പ്രസൂൻ ജോഷി, രൺബീർ കപൂർ, കരൺ ജോഹർ, അക്ഷയ് കുമാർ, അനന്യ പാണ്ഡെ, വിക്കി കൗശൽ, അങ്ങനെ പോകുന്നു താരനിര. അതെ, ബാന്ധവം രഹസ്യമല്ല, പരസ്യമാണ്. പരിപാടിക്ക് ശേഷം RSS മേധാവി മോഹൻ ഭഗവതിന്റെ ആശയങ്ങൾ തന്നെ പ്രചോദിപ്പിക്കുന്നു എന്നാണ് കരൺ ജോഹർ പറഞ്ഞത്. താൻ അദ്ദേഹത്തിന്റെ ഫാൻ ആണെന്നായിരുന്നു ശില്പ ഷെട്ടിയുടെ വാക്ക്. ഈ വാക്കുകളിൽ ഒന്നും പൊളിറ്റിക്കലായ പദപ്രയോഗങ്ങളില്ല. ഏതെങ്കിലും പരിചിതനായ വ്യക്തിയെ പുകഴ്ത്തുന്നത് പോലെ നിഷ്കളങ്കം. രാമേട്ടൻ സൂപ്പറാണ് എന്ന് പറയുന്ന പോലെ. എന്നാൽ നേരത്തെ പറഞ്ഞ കാവിയിൽ പൊതിഞ്ഞ മുസ്ലിങ്ങളെ വില്ലന്മാരാക്കുന്ന അതിദേശീയത തുളുമ്പുന്ന സിനിമകളിലൂടെ ഒന്ന് കടന്നു പോയാൽ ഈ നിഷ്കളങ്ക നാട്യങ്ങൾ അഴിഞ്ഞു വീഴും. പോപ്പുലർ സിനിമയിലൂടെ ഭൂരിപക്ഷത്തിലേക്ക് തങ്ങളുടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം വിദഗ്ധമായി പ്രചരിപ്പിക്കാൻ RSS ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. അത് തീവ്രമാകുമെന്ന ബോളിവുഡിന്റെ സമീപകാല പ്രവണതകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു. മുഖ്യധാര ഹിന്ദി സിനിമയെ ഹിന്ദുത്വയുടെ യുക്തി പൂർണ്ണമായും കീഴടക്കി കഴിഞ്ഞിരിക്കും. നിലനിൽപ്പിനായി അധികാര കേന്ദ്രത്തിന് വഴങ്ങുന്നവരെ മാത്രമല്ല ഇവിടെ കാണുന്നത്, പ്രത്യയശാസ്ത്രപരമായി വിധേയപ്പെട്ടവരെ കൂടിയാണ്. ഇനി ഇതിനോടെല്ലാം കലഹിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഹിന്ദുത്വയെ, മോദിയെ, RSSനെ വിമർശിക്കുന്ന ഒരു ഇമേജെങ്കിലും സിനിമയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവർ സെൽഫ് സെൻസർ ചെയ്യാൻ നിർബന്ധിതരാകും. കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വരും. ഇനി ഇതിനൊന്നും വഴങ്ങിയില്ലെങ്കിൽ CBFC തന്നെ ഒരു കാരുണ്യവും കൂടാതെ ആ സിനിമയുടെ കഴുത്തറക്കും. അതെ, ബോളിവുഡ് ഏറെക്കുറെ കാവ്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതൊരു നോർത്ത് ഇന്ത്യൻ പ്രതിഭാസമായി മാത്രം കരുതരുത്. അതിങ്ങ് ദക്ഷിണേന്ത്യയുടെ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. BJPയുടെ രാഷ്ട്രീയ ശ്രദ്ധ ഇപ്പോൾ കേരളം ഉൾപ്പെട്ട പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ ആക്ഷൻ പതിയെ ദക്ഷിണേന്ത്യൻ കലാ സാംസ്കാരിക മേഖലകളിലേക്കും പ്രവേശിച്ചിരിക്കുന്നു. പാൻ ഇന്ത്യൻ എപ്പിക്കുകൾ പറയുന്ന കഥ മാത്രമല്ലാതാകും. കഥാപാത്രങ്ങൾ സനാതന ധർമ്മത്തെപ്പറ്റി വാചാലരാകും. കേരള സ്റ്റോറികൾക്ക് 2ാം ഭാഗമുണ്ടാകും. ഇത്തവണ ട്രോള് കൊണ്ട് മാത്രം പ്രൊപ്പഗണ്ടകളെ പൊളിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല.